നമ്മളെ പ്രതീക്ഷക്കൊക്കെ അപ്പുറത്താണ് ഇന്നത്തെ ഈ ജനങ്ങളിൽ നിന്നുള്ള പരാതിയുടെ ചിത്രം. ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ വന്നതും കേട്ടതും ചർച്ച ചെയ്തതുമൊക്കെ മനസ്സിനെ വളരെയേറെ വ്രണപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. ഹൃദയസ്പൃക്കായ ഒരുപാട് പ്രശ്നങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷികളാണ് നമ്മുടെ മുമ്പിൽ വന്ന് ഈ പരാതി പറഞ്ഞത്. ഈ വന്ന അണികളെ നിങ്ങൾക്കറിയാം, ഈ വന്ന ജനങ്ങളെ നിങ്ങൾക്കറിയാം. സാധാരണക്കാരാണ്. സർക്കാരിൻ്റെ പീഡനത്തിനും അതുപോലെ തന്നെ മറ്റ് ആളുകളുടെ പീഡനത്തിനും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടും രോഗം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രതിസന്ധി ജീവിക്കുന്ന ജനങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ കണ്ടത്. ഇടതുപക്ഷ മുഖ്യമന്ത്രി നടത്തിയ യാത്രക്കകത്ത് ഇതുപോലൊരു ജനസമൂഹം പോയിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിൽ ഇതിന് വലിയ വിലയുണ്ട്. സമ്പന്നന്മാരെ നിലത്തിക്കൊണ്ട് കാലത്ത് പത്രസമ്മേളനം നടത്തിയ പത്രക്കാരെ കണ്ട മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്ത ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാരൻ്റെ ദയനീയമായ പ്രശ്നങ്ങൾ നെഞ്ചിലേറ്റാനുള്ള താല്പര്യമാണ് കോൺഗ്രസ് ഇവിടെ കാണിച്ചത് എന്നത് ഞാൻ വളരെ വ്യതിരിക്തമായ ഒരു ശൈലിയോട് ചിത്രത്തോടും കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. വന്യമൃഗ ശല്യം വളരെ വലിയ രൂക്ഷമായ പ്രശ്നമായി മാറുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഉത്തര മലബാറാണ് അതിന് ഏറ്റവും വലിയൊരു സാക്ഷിത്വം വഹിക്കുന്ന പ്രദേശമെന്ന് നിങ്ങൾക്കറിയാം. 2 ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഇന്നലെ പോലും നടന്ന സംഭവങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിച്ചതാണ്. അതൊരു ദൈനംദിന പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സംരക്ഷണം കൊടുക്കേണ്ടുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. ആ പരാതിക്കകത്ത് ഒരുപാട് വസ്തുതകളുണ്ട്. കാരണം ഇന്നലെ സംഭവിച്ച സംഭവത്തിന് മുമ്പിൽ പോലീസിന്റെ മുമ്പിലൊക്കെ എല്ലാ വാർത്തകളും ജനങ്ങൾ എത്തിച്ചിരുന്നു. പക്ഷേ പോലീസ് അവന്റെ ആ സാന്നിധ്യത്തെക്കുറിച്ചൊരു അന്വേഷണം കൃത്യമായി നടത്തിയിരുന്നുവെങ്കിൽ ആ ആനയെ കണ്ടെത്താനും അതിനെ നിയന്ത്രിക്കാനും സാധിക്കുമായിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന അനാസ്ഥ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന ഇടത്തേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ സമൂഹം. കൃഷിനാശം, മറ്റൊരു ഭാഗത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷി, അതിന് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. ലോൺ എടുത്ത പൈസ അത് ജപ്തി ചെയ്യാൻ കർഷകന്റെ ഭൂമി പിടിക്കുന്നു. കർഷകന്റെ നാണ്യവിളകൾക്ക് വിലയില്ല. ആ വിള എടുത്തുകൊണ്ട് അതിന് കാശ് കൊടുക്കാൻ സർക്കാരില്ല. അങ്ങനെ തെരുവിലിറങ്ങുന്ന കർഷകന്മാർക്ക് അടിയും അതിനോടൊപ്പം ഇടിയും എന്ന് പറഞ്ഞതുപോലെയാണ് ജപ്തി ഈ രാജ്യത്ത് കടന്നു വരുന്നത്. അത് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ചോദിക്കേണ്ട അവസരമുണ്ട്. ഞാനൊന്ന് ഒരു ഓപ്പണിംഗ് മാത്രമാണ്. ബഫർ സോൺ 0 പോയിന്റ് നിലനിർത്തണമെന്ന ആവശ്യമുണ്ട്. ജപ്തി നടപടികൾ നിർത്തണമെന്ന ആവശ്യമുണ്ട്. റബ്ബർ വിലയുടെ 250 രൂപ തറവില നിശ്ചയിച്ച് പ്രൊഡക്ഷൻസ് ഇൻസെൻറ്റീവ് കൊടുക്കണം എന്ന ആവശ്യമുണ്ട്. തേങ്ങക്ക് ആവശ്യമില്ല, തേങ്ങക്ക് ആണുമില്ല എന്ന അവസ്ഥയിലേക്കാണ് തെങ്ങ് കൃഷിക്കാർ പോകുന്നത്. കശുവണ്ടി ഏറ്റവും നല്ല കശുവണ്ടിയാണ് നമ്മുടെ മലബാറിലെ കശുവണ്ടി. പക്ഷേ ആ കശുവണ്ടിക്ക് വിലയില്ല. അതുപോലെ കണ്ണൂർ ബ്രാൻഡ് കശുവണ്ടിക്ക് പ്രത്യേക റേറ്റ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇന്ന് ആ റേറ്റ് ഇല്ല. അതിനൊന്നും സർക്കാർ ഇടപെടുന്നില്ല. പിന്നെ നെൽകൃഷിക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞാൻ പറയേണ്ടതായിട്ടില്ല. നെൽകൃഷിക്കാരുടെ ഇവിടെ കണ്ണൂരിലല്ല, കേരളത്തിൽ മൊത്തം നമുക്കറിയാം. കർഷകന്മാരുടെ ആത്മഹത്യയൊക്കെ ഞാൻ തന്നെ കുട്ടനാടിൽ 3 തവണയായി ആത്മഹത്യ ചെയ്തവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. എന്തൊരു കഷ്ടമാണ്. അവർക്ക് കിട്ടാനുള്ള പണം കിട്ടുന്നില്ല. അവർ കൊടുത്ത നെല്ല് സംഭരണത്തിന് വിലയും സർക്കാർ കൊടുത്തിട്ടില്ല. ആ കൊടുക്കാത്തത് കൊണ്ട് അവരുടെ ഒരു കാര്യവും നടക്കുന്നില്ല. ലോൺ എടുത്തു ബാങ്കിൽ നിന്ന്. ആ ലോൺ തിരിച്ചടക്കണമെങ്കിൽ ഈ നെല്ലിന്റെ വില തിരിച്ചു കിട്ടണം. ആ നെൽവില അവർക്ക് കൊടുക്കാത്തത് കൊണ്ട് ലോൺ അടക്കാൻ പറ്റിയില്ല. ലോൺ എടുക്കാത്തത് കൊണ്ട് ബാങ്ക് ഭൂമി ജപ്തി ചെയ്തു. ജപ്തി ചെയ്യാൻ വന്നതിൻ്റെ പിറ്റേന്നാളാണ് അതിൽ ഒരു കർഷകൻ മരിച്ചത് എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദി ഈ സർക്കാരാണ്. അങ്ങനെ കർഷകന്മാരുടെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറെ പറയുന്നില്ല. മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് മറുപടി പറയാം. ഒരുപാട് വിഷയങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളുണ്ട്, കായിക രംഗത്തെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ പരിയാരം ആശുപത്രിയെ കുറിച്ച് വലിയ പ്രതീക്ഷ കൊണ്ടുവന്നതാണ്. CMB രാഘവനോടൊപ്പം നിന്ന് ഞാനടക്കം നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് പരിയാരം മെഡിക്കൽ കോളേജ്. ആ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ ശോച്യാവസ്ഥ നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? വടക്കൻ മലബാറിലെ ഏറ്റവും വലിയ ഒരു ചികിത്സാ കേന്ദ്രമായിട്ടാണ് ഞങ്ങൾ ഈ പരിയാരം മെഡിക്കൽ കോളേജിനെ കണ്ടത്.
ഫ്ലൈറ്റുകൾ, ഇന്ത്യൻ ഫ്ലൈറ്റുകൾ പോലും വരാനുള്ള എലിപ്പാട് പോലും കണ്ടുപിടിച്ചുകൊണ്ടാണ് MVR ഞാനും അത് തുടങ്ങിയതും ഉദ്ഘാടനം ചെയ്തതും. പക്ഷേ അധികാരം ഉപയോഗിച്ചത് പിടിച്ചെടുത്തത് തകർത്ത് തരിപ്പണമാക്കി ഇന്നവിടെ ചികിത്സിക്കാനുള്ള ഒരു നല്ല ഒറ്റ ഡോക്ടറുടെ പേരിലാണ് ഇന്ന് ആശുപത്രി പോകുന്നത്. ഞാൻ പേരിവിടെ പറയുന്നില്ല. ഒരേ ഒരു ഡോക്ടറെ ആശ്രയിച്ചാണ് ആ ആശുപത്രി ഇന്ന് നിലനിൽക്കുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ച പരിയാരം മെഡിക്കൽ കോളേജ് ഞങ്ങൾ മാറ്റും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അത് ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്.